അഭിലാഷ്, ഇവിടെ നല്ല ശബ്ദമാണ്. അഭിലാഷിന്റെ ചോദ്യം പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്കൊരു ഊഹത്തിൽ ഞാൻ ആൻസർ പറഞ്ഞു തുടങ്ങാം. ഞാൻ മെയിൻ പവലിയനിലാണ് നിൽക്കുന്നത്. ഇവിടെ അല്പം മുൻപ് വരെ ഹീറ്റ്സ് മത്സരങ്ങൾ, അതിന്റെ ആവേശമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി പ്രധാനപ്പെട്ട അതിഥികൾക്കായുള്ള കാത്തിരിപ്പാണ്. പ്രധാനപ്പെട്ട അതിഥികൾ വരണം, ഉദ്ഘാടനം നടക്കണം, നടക്കണം. ഇതിനുള്ള കാത്തിരിപ്പാണ്. ഇവിടെ ഓരോ വള്ളം കളും പ്രധാനപ്പെട്ട അതിഥികൾ പൊതുമരാമത്ത് വിനോദ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. അദ്ദേഹം വന്നാൽ ആദ്യം നെഹ്റു പ്രതിമയിൽ പുഷ്പാർച്ചന നടക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുക. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹവും അല്പസമയത്തിനകം എത്തിച്ചേരും. ഫ്ളാഗ് ഓഫ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മാസ് ഡ്രില്ലിലേക്ക് കടക്കുകയാണ്. മന്ത്രി വി എൻ വാസവനാണ് മാസ് ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുക. മാസ് ഡ്രില്ലിനായി CBCയുടെ ചുണ്ടൻ വള്ളം എത്തിയപ്പോൾ തന്നെ ആവേശം കൊണ്ട് ഈ പുന്നമടയുടെ ഇരു കലകളിലും ആവേശം തിരതല്ലുന്നത് നമ്മൾ കണ്ടതാണ്. ആ മാസ് ഡ്രില്ലിനായി ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുമ്പോൾ തന്നെ ഇരു കരകളും ആവേശത്തിന്റെ പരകോടിയിലെത്തും. ആ രീതിയിൽ ഇനിയുള്ള ഒരു കാത്തിരിപ്പാണ്. 2 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ചുണ്ടൻ വള്ളങ്ങൾ ഇറങ്ങണം. നേരത്തെ പല വിഭാഗങ്ങളിലായിട്ടുള്ള മത്സരങ്ങൾ തുടങ്ങിയിരുന്നു. ഹീറ്റ്സ് മത്സരങ്ങളിൽ, ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ ആവേശം കൊടുമുടി കയറുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ചുണ്ടൻ വള്ളങ്ങൾ എത്തുമ്പോൾ അത് പരകോടിയിലെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഈ ഈ ഇറങ്ങി പുന്നമടയെ വിഭജിച്ച് മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ ഓരോ വള്ളംകളി പ്രേമികളും, അത് മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികൾ അതിനുവേണ്ടി ാണ്. കുട്ടനാട്ടുകാർ മുഴുവൻ പുന്നമടയുടെ ഇരു കടകളിലേക്കും ഒഴുകിയെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു കഴിഞ്ഞാലേ മത്സരങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതിനുള്ള കാത്തിരിപ്പിലാണ്. 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങൾ. ഇതിൽ ഹീറ്റ്സ് മത്സരങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കേണ്ടത്. അതിനുശേഷം രാവിലെ മുതൽ നടന്ന ചെറുവള്ളങ്ങളുടെ, ചുരുളൻ, ഇരുട്ടുകുറ്റി തുടങ്ങിയ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളിലെ ഫൈനലിസ്റ്റുകളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. നമുക്കറിയാം, ഇക്കുറി ഭയങ്കര വാശിയേറിയ മത്സരങ്ങളാണ് നടക്കുന്നത്. റെക്കോർഡുകൾ തിരുത്തി കുറിക്കാനായാണ് ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും ഇറങ്ങുന്നത്. നമ്മൾ രാവിലെ പോയിരുന്നു പള്ളാത്തുരുത്തിയുടെ ക്ലബിൽ. പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ നീറ്റിലിറക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആവേശ പരകോടിയിലാണ് അവർ റെക്കോർഡ് തിരുത്തി, റെക്കോർഡ് വേദം കുറിച്ച് ഇത്തവണ നെഹ്റു കപ്പിൽ മുത്തമിടും വീണ്ടും എന്ന വാശിയിലാണ്. എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന വാശിയിൽ മറ്റ് ബോട്ട് ക്ലബ്ബുകളും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. കാണികളും പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഓരോ ബോട്ട് ക്ലബിന്റെ ആളുകളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെ ആളുകളായി മാറിയിരിക്കുന്നു. അവർ വാശിയോടുകൂടി ബെറ്റ് വെപ്പും ആ രീതിയിൽ പലതരത്തിലുള്ള ആവേശങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കരക്കാരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒരു ബോട്ട് ക്ലബ്ബുകാരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരെല്ലാം അവർ സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ക്ലബ്ബുകൾക്കും ചുണ്ടൻ വള്ളങ്ങൾക്കുമായി വിഭജിക്കപ്പെട്ട് ആ രീതിയിൽ മത്സരത്തിന്റെ ആവേശം പൂർണ്ണമായും ഉൾക്കൊണ്ട് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവിടേക്ക് അതിഥികളെത്തി കഴിഞ്ഞാൽ പിന്നീട് മത്സരങ്ങളുടെ ചൂടിലേക്ക് കാര്യങ്ങൾ മാറും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ ബോട്ട് ക്ലബ്ബുകളായി മാസ് ഡ്രില്ലിന് ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരകളെ ആവേശത്തിലാഴ്ത്തിയാണ് ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വള്ളങ്ങൾ കടന്നു പോകുമ്പോൾ ആവേശത്തോടെ കൈയടിച്ച് സ്വീകരിക്കുകയാണ്. മാസ് ഡ്രില്ല് മത്സരത്തിനപ്പുറം ഒരു വർണ്ണ കാഴ്ചയായി തന്നെ മാറും. പല വർണ്ണങ്ങൾ അണിഞ്ഞ തുഴക്കാർ അവരുടെ ചുണ്ടൻ വള്ളങ്ങളുമായി അണിനിരക്കുന്ന മാസ് ഡ്രില്ല് മനോഹര കാഴ്ചയാണ് പുന്നമടക്കായലിന് സമ്മാനിക്കുക. അവിടം മുതൽ കാഴ്ചകളുടെ വർണ്ണപ്പകിട്ട് തുടങ്ങുകയാണ്. പുന്നമടയെ വിഭജിച്ചുകൊണ്ട് കരിനാഗങ്ങൾ ഈ ജലത്തെ വിഭജിച്ച് മുന്നേറുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ വള്ളംകളി പ്രേമികളും. അഭിലാഷ്, പിന്നെ കീറിമുറിച്ചുകൊണ്ട് ജലരാജാക്കന്മാർ അല്പസമയത്തിനകം പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. പുന്നമടക്കായലിന്റെ ഇരു കരകളിലും ആവേശത്തിമിർപ്പിന്റെ കാഴ്ചകളാണ്. മാത്രമല്ല, ഞങ്ങളുടെ റിപ്പോർട്ടർമാരും അത്തരത്തിൽ തന്നെയുള്ള അങ്ങേയറ്റം ആവേശത്തോടു കൂടി തന്നെയാണ് ആ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.